നമസ്കാരം. ബീഹാറിനും ഒഡീസയ്ക്കും പിന്നാലെ മറ്റൊരു സംസ്ഥാനത്ത് കൂടി വലിയ തോതിൽ സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുകയാണ്. ഇത്തവണ സ്വർണം മാത്രമല്ല, ആധുനിക കാലത്ത് വലിയ മൂല്യമുള്ള ലിഥിയത്തിന്റെ സാന്നിധ്യവും ഉറപ്പിച്ചിട്ടുണ്ട്. കർണാടകയിലെ കൊപ്പൽ ജില്ലയിലാണ് ഇവ കണ്ടെത്തിയത്. റായ്ചൂർ മേഖലയിലാണ് ലിഥിയത്തിന്റെ സാന്നിധ്യം വ്യക്തമായത്. സംസ്ഥാന മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് നടത്തിയ പരിവേഷണത്തിലാണ് സ്വർണത്തിന്റെയും ലിഥിയത്തിന്റെയും സാന്നിധ്യം വ്യക്തമായത്. പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട്. ഇവ കണ്ടെത്തിയത് സംരക്ഷിത വനമേഖലയിലാണ്. ഇവിടെ ഖനനമടക്കമുള്ള യാതൊരു പ്രവൃത്തികളും ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. 65 ബ്ലോക്കുകളിലായി 6 ലക്ഷം ഹെക്ടർ വിസ്തൃതിയിൽ നടത്തിയ സർവേയിലാണ് പുതിയ കണ്ടെത്തലുള്ളത്. കൊപ്പലിലെ അമ്രപൂർ ബ്ലോക്കിൽ 1 ടണ്ണിൽ 14 ഗ്രാം സ്വർണത്തിന്റെ സാന്നിധ്യമുള്ളതായാണ് വിലയിരുത്തൽ. 1 ടണ്ണിൽ നിന്ന് 2 മുതൽ 3 ഗ്രാം സ്വർണം ലഭിക്കുകയാണെങ്കിൽ വ്യാവസായികമായി ഖനനം ലാഭകരമാണ് എന്നാണ് കണക്ക്. കൊപ്പലിൽ 12 മുതൽ 14 ഗ്രാം വരെ ഉള്ളത് ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. അസാധാരണ രീതിയിൽ ഇവിടെ സ്വർണ്ണ സാന്നിധ്യമുണ്ട് എന്നാണ് സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അനുമതികൾ ലഭിച്ച് ഖനനം തുടങ്ങുകയാണെങ്കിൽ 1 ലക്ഷം ടൺ ഖനനിൽ നിന്ന് പ്രതിദിനം 25 മുതൽ 30 കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇന്നത്തെ വിലയിൽ ഇതിന് 18 മുതൽ 22 കോടി രൂപ വരും. ഈ മേഖലയിൽ അനധികൃതമായി സ്വർണ്ണ ഖനനം നടക്കുന്ന സംഘങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട്. അനധികൃത ഖനനക്കാരുടെ എണ്ണം അത് വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ തങ്ങൾക്ക് ഖനനത്തിന് അനുമതി നൽകണമെന്നാണ് കർണാടക ജിയോളജി വകുപ്പിന്റെ ആവശ്യം. കർണാടകയിൽ ആദ്യമായാണ് ലിഥിയം ശേഖരം കണ്ടെത്തുന്നത്. അപൂർവ ധാതു കണ്ടെത്തിയ റായ്ചൂർ മേഖലയിലും സംരക്ഷിത വനപ്രദേശമാണ്. ഇവിടെയും ഖനനം നടത്തുക എളുപ്പമല്ല. മുമ്പ് ജമ്മു കാശ്മീരിലും ഛത്തീസ്ഗഡിലുമാണ് ലിഥിയം ശേഖരം കണ്ടെത്തിയത്. ഈ ലിസ്റ്റിലേക്കാണ് കർണാടകയും വരുന്നത്. സ്റ്റേജ് 1 ഭാഗത്തിൽപ്പെട്ട വനമേഖലയിൽ ഖനനം ഉൾപ്പെടെ എന്ത് കാര്യത്തിനും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ്. മന്ത്രാലയ അനുമതി ലഭിച്ചാൽ പോലും ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ അനുമതി നിഷേധിക്കപ്പെടും. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് 2023 5.9 ദശലക്ഷം ടൺ വരുന്ന ലിഥിയം നിക്ഷേപം കണ്ടെത്തിയതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. ലോകത്ത് ലിഥിയത്തിന്റെ 90% ചൈന, ചിലി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. വൈദ്യുത വാഹന ബാറ്ററികളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ലിഥിയം. നിലവിൽ ലിഥിയം ഇന്ത്യ പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുകയാണ്. 2020-21 വർഷത്തിൽ 173 കോടി രൂപയുടെ ലിഥിയം കൂടാതെ 8811 കോടി രൂപയുടെ ലിഥിയം അയോണുകളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുതി വാഹന വിപണി എന്ന നിലയിൽ രാജ്യത്തെ ലിഥിയം നിക്ഷേപത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്.